ഞായറാഴ്ച ലോക്ക്ഡൗൺ പോലെ ദിവസമാണ്. ആരും പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾ വച്ചിരിക്കുക. വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഞായറാഴ്ച മാത്രം പുറത്തിറങ്ങുന്ന ചില വൈറസുകൾ നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഈ സൺ കൊറോണ വൈറസ് എന്ന വൈറസ് ഞായറാഴ്ച മാത്രമാണ് പുറത്തിറങ്ങുള്ളൂ. അതുകൊണ്ട് ദേവാലയത്തിലേക്ക് ആരും വരരുത്. ഞായറാഴ്ചകളിൽ വരുന്ന ഭക്തജനങ്ങളെ പിടിക്കാനായിട്ട് ഞായ്ക്രോൺ എന്ന പുതിയ വൈറസ് കൂടി വന്നിട്ടുണ്ടെന്നാണ് ചിലരൊക്കെ പറയുക. അതുകൊണ്ട് സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ പള്ളിയിൽ ഓൺലൈൻ കുർബാനയായിരിക്കും. മറ്റു ദിവസങ്ങളിലും ഞായറാഴ്ച കഴിഞ്ഞാലും സർക്കാരിൻ്റെ ഓർഡർ പിൻവലിക്കുന്നവരെ ഓൺലൈൻ കുർബാനയായിരിക്കും. രാവിലെ 6:30 മുതൽ 7 മണി വരെ ദേവാലയത്തിലേക്ക് വരുന്നവരെ പ്രത്യേകമായിട്ട് തിരഞ്ഞുപിടിക്കുന്ന ഒരു വൈറസാണ് ഈ ഒമിക്രോൺ വൈറസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റ് സ്ഥലങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിലോ ബീവറേജുകളിലോ മാളുകളിലോ തിയേറ്ററുകളിലൊന്നും സാധാരണക്കാരെ ബാധിക്കാത്ത വൈറസ് ഭക്തജനങ്ങളെ പ്രത്യേകമായിട്ട് ബാധിക്കുന്നതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് കേരള സർക്കാർ ഭക്തജനങ്ങളെ പ്രത്യേക ആരോഗ്യ മുൻനിർത്തി പരിഗണിച്ചിട്ടാണ് ഈ ഓർഡർ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഓർഡർ നമ്മൾ പാലിക്കണം. സർക്കാരിൻ്റെ ഓർഡർ നമുക്കറിയാം. കേരള സർക്കാരും ആരോഗ്യവകുപ്പൊക്കെ നല്ല അറിവുള്ള വകുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക. ഏതായാലും ആരാധനാലയങ്ങളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും പ്രത്യേക കരുതലിനെ നമ്മൾ കാണണം, നന്ദിയോടെ കാണണം. അതുകൊണ്ട് ആ ഓർഡർ പിൻവലിക്കുന്നവരെ ഓൺലൈൻ കുർബാന തന്നെയായിരിക്കും. പ്രത്യേകമായിട്ട് ഈ ആരാധനാലയങ്ങൾ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഈ ഞായ്ക്രോൺ വൈറസിനെതിരെ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. വളരെ വൈകിയെങ്കിലും സഭ അതിനെതിരെ പ്രത്യേകമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇന്നലെ നമുക്കും നമ്മുടെ പ്രാർത്ഥനയിൽ ഈ വൈറസൊക്കെ മാറി ദേവാലയത്തിൽ ഒരു 20 പേർക്കോ 50 പേർക്കെങ്കിലും കുർബാനയ്ക്ക് പങ്കെടുക്കുവാനുള്ള സിറ്റുവേഷൻ ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം.